ഹായ് ഓൾ, ഇത് ഒരു ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനുള്ളൊരു വീഡിയോ ആണ്. ഈ സ്റ്റെപ്പ് കണ്ടോ? അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ പറയുകയാണിത് ടീക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അല്ലേ? പക്ഷേ സത്യത്തിൽ ഇത് ടീക്കല്ല, ഇത് വെറും നമ്മുടെ പൈൻ വുഡാണ്. പൈൻ വുഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ. ടീക്കിനേക്കാളും കുറച്ച് കോസ്റ്റ് കുറവാണ്, എന്നാൽ അടിപൊളിയാണ്. ടീക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലവ് അധികം താങ്ങാൻ പറ്റില്ല. അതിപ്പോൾ ഊഞ്ഞാലും അതെ പൈൻ വുഡാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അത് ടീക്കിൻ്റെ ആണെന്നേ പറയുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാൻ കാര്യം, ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇൻറ്റീരിയർ വർക്ക്സിനായിട്ട് ഒരു ചേട്ടൻ വന്നു, ഷെൽഫ് ഉണ്ടാക്കാനായിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്ന ചേട്ടൻ വന്നു. അപ്പോൾ ആൾ കണ്ടപ്പോഴാണ് ഇത് പറഞ്ഞത്. ഇതെന്ത് മരമാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് പുള്ളി മനസ്സിലാക്കിയത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ടീക്ക് തന്നെയാണ് ഉപയോഗിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത മരങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വളഞ്ഞു പോകും, ഡാമേജ് ഉണ്ടാകും എന്നൊക്കെയാണത്രേ അവരുടെ ധാരണ. പക്ഷേ ഞങ്ങൾ ഈ സ്റ്റെപ്പ് പണിയുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു സജഷൻ വെച്ചു, എങ്ങനെ ചിലവ് കുറച്ച് ചെയ്യാം എന്നുള്ളത് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് പൈൻ വുഡ്. അതിന് ഞങ്ങൾ കൊച്ചിയിൽ തന്നെയുണ്ട് ഇതിൻ്റെ ഡീലേഴ്സ്. പൈൻ വുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ പൈൻ വുഡ് തന്നെ മേടിക്കരുത്, ട്രീറ്റ് ചെയ്ത് തന്നെ ഉണ്ടാക്കി വരുന്ന, അത് പുറത്തു നിന്ന് വരുന്ന വുഡാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ഈ വുഡ് വാങ്ങിക്കാവൂ. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പിന് എത്ര വിഡ്ത്ത് ലെങ്ത്ത് എത്ര ആവശ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഈ വുഡ് അവരെത്തിച്ചു തരും. പിന്നെ നമ്മളുടെ അറിയാവുന്ന എക്സ്പേർട്സിനെ കൊണ്ട് ഈ സ്റ്റെപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ഈ സ്റ്റെപ്പ് ചെയ്തിട്ട് 1 വർഷത്തിന് മേലെയായി, യാതൊരു ഡാമേജും ഇതിന് പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊരു 6 വർഷം പഴക്കമുള്ള വീടിന് അകത്തുകൂടി കോർ കട്ടിങ് വഴി എടുത്തിരിക്കുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ ഈ പലക കണ്ട അടിപൊളിയാണ്. കോർ കട്ടിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. പുറത്തുകൂടിയുള്ള സ്റ്റെപ്പ് ഒഴിവാക്കി അകത്ത് ആക്കിയതാണ്. ഊഞ്ഞാലും മാത്രമല്ല കേട്ടോ, ഏത് ഫർണിച്ചർ വേണമെങ്കിലും നമുക്ക് ഈ വുഡിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത വുഡ് ഉള്ള ഡീലേഴ്സിന് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. ഡൈനിങ് ടേബിളോ കട്ടിലോ സോഫ സെറ്റി എല്ലാം തന്നെ പൈൻ വുഡിൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. പക്ഷേ വെറും പൈൻ വുഡ് ആവരുത്, അത് ട്രീറ്റ് ചെയ്തെടുത്ത പൈൻ വുഡ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നമ്മളെപ്പോഴും പൈൻ വുഡ് വാങ്ങിക്കുമ്പോൾ നല്ല ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കണം. അത് നല്ലതാണോ, ട്രീറ്റ് ചെയ്ത മരമാണോ എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതാണ്. ഒരു വർഷത്തിന് മേലെയായിട്ട് യാതൊരു കംപ്ലൈൻറ്റും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. ഒരു സൗണ്ട് വേരിയേഷനോ ഒന്നും തന്നെ ഇതിന് വന്നിട്ടില്ല. അടിപൊളിയാണ്. ധൈര്യമായി മുന്നോട്ട് പോവുക. സാധാരണക്കാർക്കും ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കിയെടുക്കാനും ഫർണിച്ചർ ഉണ്ടാക്കിയെടുക്കാനും ധാരാളം തന്നെ നമ്മൾ പൈൻ വുഡ് ഉപയോഗിക്കാവുന്നതാണ്. വീട് പണിയുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ചിലവുണ്ടാകും അല്ലേ? അപ്പോൾ ഇങ്ങനൊരു ചിലവ് കുറച്ചാൽ അത്ര ആയില്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.